വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഫലസ്തീൻ്റെ മണ്ണിൽ കുരുതി നടക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും നൂറുകണക്കിന് കുട്ടികളെയും സ്ത്രീകളെയുമാണ് കൊല്ലുന്നത്. ലക്ഷ്യം ഹമാസ് ആണെന്ന് കള്ളം പറയുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ കൈകൾ കൊണ്ട് മരിക്കുന്ന ഹമാസിന്റെ പോരാളികളുടെ എണ്ണം വിരലിലെണ്ണാവുന്നതാണ്. അതേസമയം നിരപരാധികളായ ഫലസ്തീനികൾ തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം കൊല്ലപ്പെടുകയാണ്. 39,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ 1,00,000-ലധികം ആളുകൾ നിത്യരോഗികളും ഒന്നോ അതിലധികമോ അവയവങ്ങൾ നഷ്ടപ്പെട്ടവരുമായി. ഇസ്രായേൽ ഫലസ്തീൻ വംശഹത്യ നടത്തുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ അമേരിക്കയും ഇസ്രായേലിനെ ഈ അരുങ്കൊലകൾ ചെയ്യാൻ അർത്ഥവും ആയുധവും നൽകി സഹായിക്കുന്നു. കാരണം ഇവിടെ മരിച്ചു വീഴുന്നത് മുസ്ലിം ജനതയാണ്. അവർ ഇല്ലാതാവേണ്ടത് പല ലോകരാജ്യങ്ങളുടെയും ആവശ്യമാണ്. എന്നാൽ ഈ രാജ്യങ്ങളിലൊക്കെയും മാനവികതയെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള ഒരു ജനതയുണ്ടെന്നുള്ളത് ഇതിനിടയിൽ വലിയൊരാശ്വാസമാണ്. ലോകത്തിൻ്റെ നെറുകയിൽ പേര് കുത്തിവെച്ച 2 സംഘടനകളുണ്ട്, അല്ലെങ്കിൽ 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ഐക്യരാഷ്ട്രസഭയും മറ്റൊന്ന് ലോക നീതിന്യായ കോടതിയും. പക്ഷെ രണ്ടിനും ആത്മാവ് നഷ്ടപ്പെട്ട ജഡങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. രണ്ടിനും ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ലോക ജനത മനസ്സിലാക്കി കഴിഞ്ഞു. ഉക്രൈൻ റഷ്യൻ യുദ്ധം മറ്റൊരു ഭാഗത്ത് നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. അവിടെ മനുഷ്യകുരുതി കുറവാണ്. അവിടെ ആക്രമിക്കപ്പെടുന്നത് മിലിറ്ററിയെയും മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുമാണ്. അവിടെ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇതിലെ മിക്ക രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട്. എന്നാൽ ഗസയുടെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിക്കുന്നത്. അവിടെ ഇരകൾക്കൊപ്പമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും നിലകൊള്ളുന്നത്, മറിച്ച് വേട്ടക്കാർക്കൊപ്പമാണ്. എന്തിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനെയും പറയണം? നാഴികക്ക് 40 വട്ടം ഞങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറയുന്ന അറബ് രാജ്യങ്ങൾ ഷണ്ടന്മാരിൽ പോലെ അതിനാലാണ് ഫലസ്തീൻ ജനത ലജ്ജിക്കുന്നത്. ലോകത്തിൽ ഏകദേശം 57ഓളം അറബ് രാജ്യങ്ങളുണ്ട്. അവർ ഒരുമിച്ചാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ ഈ ആക്രമണങ്ങൾ. പക്ഷേ അവർ ചെയ്യില്ല. കാരണം അവർക്ക് സുഖലോലുപരായി ജീവിക്കണം. അങ്ങനെ അവർക്ക് സുഖലോലുപരായി ജീവിക്കാൻ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹായം അവർക്ക് ആവശ്യമാണ്. അറബ് രാജ്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ണങ്ങളെക്കാൾ വലുതാകുമായിരുന്നു ഇസ്രായേലിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നെങ്കിൽ. പല അറബ് രാജ്യങ്ങളും ഇപ്പോഴും ഇസ്രായേലുമായി ചങ്ങാതത്തിലാണ്. ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ട ആയുധങ്ങളെ ആകാശത്ത് വെച്ച് തകർക്കാൻ കൂട്ടുന്നത് ഒരു അറബ് രാജ്യമായ ജോർദാനായിരുന്നു. സ്വന്തം നാട്ടിലെ കുട്ടികൾ പുറത്തിറങ്ങി ആഘോഷിക്കുമ്പോൾ മുറ്റത്തിറങ്ങി കളിക്കാൻ അവയവങ്ങളില്ലാത്ത ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഫലസ്തീനിലുള്ളത്. പുത്തനുടുപ്പിട്ട് സ്കൂളിൽ പോകേണ്ട സമയത്ത് കൃത്രിമ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടക്കാൻ പഠിക്കുകയും ഇരിക്കാൻ പഠിക്കുകയുമാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അവർക്ക് സ്കൂൾ ജീവിതം നഷ്ടപ്പെട്ടിട്ട് 9 മാസം തികയുന്നു. അവർക്ക് പഠിക്കാൻ ഇന്ന് സ്കൂളുകളില്ല. സ്കൂൾ കെട്ടിടങ്ങൾ മുഴുവൻ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. അവർക്ക് നല്ല ആതുരാലയങ്ങളില്ല. അവർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഹോസ്പിറ്റൽ സംവിധാനങ്ങളോ ഇല്ല. പാർപ്പിടങ്ങൾ ശവപ്പറമ്പുകളായി മാറി. കൃഷിഭൂമികൾ ഉഴുതുമറിക്കപ്പെട്ട് അവിടങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞു. മലിനജലമില്ലാതെ കുടിക്കാൻ അവർക്ക് ദാഹജലത്തിന് ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാനില്ല. ഭക്ഷണം തീരെ ലഭിക്കുന്നില്ല. പട്ടിണി കിടന്ന കുഞ്ഞുങ്ങൾ 50,000-ഓ അതിലധികം മരിക്കാൻ തയ്യാറായി കിടക്കുകയാണ്. ആരുടെയും കണ്ണു തുറക്കുന്നില്ല ഗസയ്ക്ക് നേരെ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇടമില്ലാത്ത രാജ്യം ഇന്ന് ചത്തുവീർത്ത് ദുർഗന്ധം വമിക്കുന്ന ഒരു രാജ്യമായി മാറി. മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും കൊണ്ട് ഗസക്കാർ ദുരിതമനുഭവിക്കുമ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ സന്തോഷം ജീവിക്കുന്നത് വളരെയധികം വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ്. ഇനിയും ഇസ്രായേലിന്റെ യുദ്ധക്കൊതി തീരുന്നില്ല. പിടിച്ചു കിട്ടാൻ ആളില്ലാതെ അക്രമം കാണിച്ച് കുതിച്ചു പായുന്ന ഒരു കാട്ടുകുതിരയെ പോലെ ഇസ്രായേൽ കുതിച്ചു പായുകയാണ്. ആ കഴുകക്കണികൾ ഇനി കൊത്തുവലിക്കാൻ നീളുന്നത് ലബനനിലേക്കാണ്. ദേവദാരുക്കൾ പൂത്തുലിക്കുന്ന മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ആ കുന്നിൻ ചെരുവുകളും കുന്നും മലകളും ഒക്കെ ഇടിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇസ്രായേൽ. ഇന്നലെയും 43 ഫലസ്തീനികളാണ് നോർത്ത് ഗസയിൽ കൊല്ലപ്പെട്ടത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മൃതപ്രായമായ ഒരു മനുഷ്യനെ
മിലിറ്ററി വാഹനത്തിന് മുകളിൽ കെട്ടിവെച്ച് മനുഷ്യ കവചമായി കൊണ്ടുപോകുന്ന കാഴ്ച നാം കണ്ടു. ഈ കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ സൈന്യത്തിന്റെ കാട്ടാള നീതി എത്ര ഭയാനകമാണെന്ന്. ആരെയും ഭയപ്പെടാനില്ലാത്ത ഒരു ചെകുത്താനായി, ഒരു രാക്ഷസനായി മാറുകയാണ് ഇസ്രായേൽ. അതിന് കോപ്പ് കൂട്ടിക്കൊടുക്കുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും. നോർത്തേൺ ഗസയിലെ അൽഷാത്തി റഫ്യൂജി ക്യാമ്പിലേക്ക് ഇസ്രായേലിന്റെ മിസൈൽ മഴയായിരുന്നു ഇന്നലെ. കൊല്ലപ്പെട്ടത് നിരവധി പേരാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ കിഴക്കൻ ഭാഗത്തുണ്ടായ ആക്രമണത്തിലും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമിക്കപ്പെടുന്ന മുഴുവൻ സാധാരണ ജനങ്ങളുടെ ഭവനങ്ങളും അവരുടെ ജീവിത സന്ധാരണ മാർഗങ്ങളുമാണ്. ഏകദേശം ഇന്നലെ ഒരൊറ്റ ദിവസം 100-ൽ പരം മനുഷ്യജീവനുകളാണ് ഫലസ്തീനിൽ പൊലിഞ്ഞുപോയത്. ആ ജീവനുകളെ പറ്റി ആർക്കും ഒരു വേവലാതിയുമില്ല, ആർക്കും സങ്കടമില്ല, ആർക്കും സഹതാപമില്ല. ഇന്നില്ലെങ്കിൽ നാളെ ഈ മനുഷ്യക്കുരുതിക്ക് ലോകം സമാധാനം പറയേണ്ടി വരും, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും.